അകത്തും പുറത്തും വളർത്താൻ പറ്റിയ കുറച്ച് ചെടികൾ കൊറിയർ ചാർജ് ഇല്ലാതെ കോംബോ ആയിട്ട് വാങ്ങിക്കാം. ആദ്യമായി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡെയ്സി പ്ലാന്റ്സുകളാണ്. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. 199 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അടുത്തായിട്ട് വരുന്നത് ബോട്ടിൽ ബ്രഷാണ്. ബോട്ടിൽ ബ്രഷിൻ്റെ 2 കളേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈറ്റും റെഡുമാണ് കേട്ടോ. വൈറ്റ് അത്ര കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റി അല്ല. റെഡ് നമ്മൾ പിന്നെയും കോമൺ ആയിട്ട് കാണാറുണ്ട്. 2 പ്ലാന്റിന് 185. നെക്സ്റ്റ് വൺ വരുന്നത് 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ലെഗസ്ട്രോമിയ പ്ലാന്റ്സ് ആണ്. റെഡ്, വൈറ്റ്, പിങ്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും. 399 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് 6 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ട്യൂബ്രോസ് ബിഗോണിയാണ്. ട്യൂബ്രോസ് ബിഗോണിയ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നെക്സ്റ്റ് വൺ വരുന്നത് ഡേ ലില്ലി പ്ലാന്റ് ആണ്. ഡേ ലില്ലിയുടെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ ഓറഞ്ച് ഷെയ്ഡും പിന്നെ ഈ യെല്ലോ ഷെയ്ഡും ആണ് കേട്ടോ. 2 പ്ലാന്റിനും കൂടിയാണ് 255 രൂപ പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും ബെയറൂട്ടായിട്ടാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതം പവിഴമല്ലിയുടെ കോംബോയാണ്. 2 പ്ലാന്റ്സിൻ്റെയും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ 2 പ്ലാന്റിനും നമുക്ക് ആകർഷണം തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സുഗന്ധമുള്ളതും ഒരുപാട് ഔഷധ ഗുണമുള്ളതുമായ പ്ലാന്റ്സുകളാണ്. പിന്നെ ചിലർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്, ഇതൊരു ട്രീ ആയി മാറുന്നതിലേ നമുക്ക് പോട്ടിൽ വളർത്താൻ പറ്റുമോ എന്നുള്ളത്. പോട്ടിലും വളർത്താം, നിലത്തും വളർത്താം. ഇത് ഒരുപാട് മെച്ചുവർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പെട്ടെന്ന് പൂക്കളാവുന്നു. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് 299 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ചൈനീസ് ബാൾസം പ്ലാന്റ് ആണ്. ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സിന് 350 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ക്രിസ്മസ് കാറ്റസ് പ്ലാന്റ് ആണ്. ക്രിസ്മസ് കാറ്റസിൻ്റെ 4 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 199 രൂപയാണ്. ഈ പ്ലാന്റും ഇതുപോലെ ജിഫിയിൽ വേര് പിടിപ്പിച്ച ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ്. കമേലിയയുടെ 5 ഡിഫറെൻറ്റ് ഷെയ്ഡാണുള്ളത്. 5 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 799 രൂപയാണ്. കമേലിയ ചിലർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്, എല്ലാ ക്ലൈമറ്റിലും പൂവാകുമോ എന്നുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കണേ. നെക്സ്റ്റ് വൺ വരുന്നത് കലാഞ്ചോയുടെ ടൈഗർ വെറൈറ്റിയാണ് കേട്ടോ. ടൈഗർ വെറൈറ്റിയുടെ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 225 രൂപയാണ് ഈ 2 പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് റോസിഡോ പ്ലാന്റ് ആണ്. റോസിഡോയുടെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ്, റെഡ്, യെല്ലോ. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകളാണ്, എന്നാൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. നമുക്ക് ചട്ടിയിലായാലും നിലത്തായാലും വളർത്താൻ പറ്റിയൊരു ഹാർഡി വെറൈറ്റി സ്രബാണിത്. നല്ല സ്ട്രോങ് ഉള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഒരു സൈസിലുള്ള 3 ഡിഫറെൻറ്റ് കളേഴ്സ് പ്ലാന്റിനാണ് 299 രൂപ പ്രൈസ് വരുന്നത്. ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ കിട്ടിക്കഴിഞ്ഞ ശേഷം ആ കവർ ഒഴിവാക്കി ആ പോട്ടി മിക്സോട് കൂടെ തന്നെ റീപോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ്. ഫിറ്റോണിയയുടെ 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ്. ഈ 10 പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസാണ് 350 രൂപ. ഫിറ്റോണിയ പ്ലാന്റ്സും ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ്. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് ലോ ലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ ഫിറ്റോണിയ പ്ലാന്റ്സ്. ഡയറക്റ്റ് സൺലൈറ്റിൽ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ലീഫിന് കരിച്ചിൽ സംഭവിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് അഡീനിയം പ്ലാന്റ്സ് ആണ്. അഡീനിയം പ്ലാന്റ്സ് 10 പ്ലാന്റാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ 2300 രൂപ. അതിന് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും വരുന്നില്ല. ഈ 10 പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസാണ് 2300. ഇനി 5 പ്ലാന്റ് ആണെങ്കിൽ 1230 രൂപയാണ്. എല്ലാ പ്ലാന്റ്സും തന്നെ ഇതുപോലെ നല്ല ബുഷിയായി നിൽക്കുന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ്. മാത്രമല്ല ഡബിൾ ഷെയ്ഡിലുള്ളതും അതുപോലെ ഡബിൾ പെറ്റലോട് കൂടിയ പ്ലാന്റ്സുകളെല്ലാം അവൈലബിൾ ആണ്. ഇനി 3 പ്ലാന്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ 750 രൂപയാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ ഓരോ പ്ലാന്റ്സുകൾ വാങ്ങിക്കുമ്പോൾ 250 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത്. ഇങ്ങനെ വാങ്ങിക്കാൻ നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ ഇക്സോറ പ്ലാന്റ്സ് ആണ് കേട്ടോ. മിനിയേച്ചർ തെച്ചിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ. എല്ലാ സമയത്തും പൂക്കളുണ്ടാകും, എന്നാൽ പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോവില്ല. കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാവും. ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും നമ്മൾ അതിൻ്റെ ആ ടിപ്പ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അടുത്ത പൂക്കൾ ഉണ്ടായി വരുന്നതാണ്. ചെറിയൊരു കെയറിങ് ശ്രദ്ധിച്ചാൽ എല്ലാ സമയത്തും പൂക്കൾ തരുന്നൊരു പ്ലാന്റ് കൂടിയാണിത്. 3 പ്ലാന്റ്സിന് 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് 325 രൂപയാണ്.
റെഡ്, പിങ്ക്, യെല്ലോ ഈ 3 കളറിലാണ് പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് കൂടാതെ ഡബിൾ പെറ്റലും നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആണ്. ഹൈഡ്രാഞ്ചിയൻ്റെ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. പിങ്ക്, അതുപോലെ ഒരു ലൈറ്റ് പിങ്ക്, റെഡ്, വൈറ്റ്, ബ്ലൂ, ഇങ്ങനെ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം തന്നെ ഹൈബ്രിഡ് ടൈപ്പാണ്. ചിലരൊക്കെ പ്ലാന്റ്സ് കിട്ടിയിട്ട് പറയാറുണ്ട് ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഹൈബ്രിഡ് ടൈപ്പ് ഡോഫ് വെറൈറ്റി ആയിരിക്കും. ഈ 5 പ്ലാന്റ്സിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 350 രൂപയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ്. അടുത്തതായിട്ട് ആഫ്രിക്കൻ വയലറ്റ് ആണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ 10 ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടുമുണ്ട്, 5 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടും, അങ്ങനെ 2-3 ടൈപ്പായിട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോ ലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് കൂടിയാണ് ആഫ്രിക്കൻ വയലറ്റ്. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ലീഫ് സ്ട്രക്ചർ നിങ്ങൾ കണ്ടില്ലേ, ഒരു വെൽവെറ്റ് സ്ട്രക്ചറാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലീഫിനൊക്കെ ഡാമേജ് സംഭവിക്കും. 10 പ്ലാന്റ് ആണെങ്കിൽ 850 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ വിത്തൗട്ട് പോട്ടായിട്ടാണ് കേട്ടോ അയക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കെയറിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവർ വാട്ടറിങ് ആവാൻ പാടില്ല. അതുപോലെ ഒരുപാട് അടിവളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഫെർട്ടിലൈസേഴ്സൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. 5 പ്ലാന്റ്സ് ആണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ 499 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് അസേലിയ പ്ലാന്റ്സ് ആണ്. ഡബിൾ പെറ്റൽ ഫ്ലവർ ഉണ്ടാകുന്ന അസേലിയ പ്ലാന്റ്സ്. ഇപ്പോൾ ചിലതിലൊക്കെ പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ട്. ഈ മഴയൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്താണ് പ്ലാന്റ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പൂക്കളില്ല. എന്നാലും മൊട്ടുകളൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് അധികവും ഉള്ളത്. 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ്. നിങ്ങൾ അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റിയിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന അത്യാവശ്യം വായുസഞ്ചാരമുള്ള ഒരു ഭാഗത്ത് വെച്ചാൽ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അസേലിയ പ്ലാന്റ്സ്. നമുക്കിപ്പോൾ ഇത്ര മഴയത്തായാൽ പോലും പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിറച്ച് മൊട്ടായി നിൽക്കുന്നുണ്ട്, അടുത്ത ഫ്ലവറിങ്ങിന് റെഡിയായി നിൽക്കുന്നുണ്ട്. 4 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 650 രൂപയാണ്. അസേലിയ പ്ലാന്റ്സ് എല്ലാ ക്ലൈമറ്റിലും ഫ്ലവർ ഉണ്ടാവില്ല എന്നൊക്കെ ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട്. ചെറുതായിട്ടൊന്ന് കെയറിങ് ഒക്കെ ശ്രദ്ധിച്ച് ആവശ്യത്തിനനുസരണമായ പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി അതിന് വേണ്ട ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഫ്ലവറിങ് നടക്കുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് ബവർ പ്ലാന്റ്സ് ആണ്. ഈ 3 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 225 രൂപയാണ് കേട്ടോ. ഒന്ന് വെരിഗേറ്റഡ്, അതുപോലെ പിങ്ക്, പിന്നെ വൈറ്റ്. ഇതിന് ടെക്കോമ എന്നും വിളിക്കുന്നുണ്ട്, ക്രീപ്പിംഗ് ടെക്കോമ എന്നും വിളിക്കാറുണ്ട്. അടുത്തായിട്ട് വരുന്നത് കനകാംബരം പ്ലാന്റ്സ് ആണ്. കനകാംബരത്തിൻ്റെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് മാത്രമാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, റെഡും ഓറഞ്ചും. ഇത് രണ്ടും ഹൈബ്രിഡ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ തന്നെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് അക്യൂമിനസ് പ്ലാന്റ്സ് ആണ്. അക്യൂമിനസിൻ്റെ ഹൈബ്രിഡും നാടനും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോംബോയാണ്. 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സുകളാണ് ഉള്ളത്. ഇതിന് കളറ് നമ്മൾ കൺഫേം പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് കറക്റ്റ് കളർ ഈ കളറായിരിക്കും എന്ന് പറയില്ല. 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സുകളായിരിക്കും. ഈ 10 പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് 350 രൂപയാണ്. എല്ലാം തന്നെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം നല്ല വെളിച്ചമുള്ള, അത്യാവശ്യം വെയിലൊക്കെ തട്ടുന്ന ഭാഗത്ത് വെക്കുമ്പോഴാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത്. ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. ചില വെറൈറ്റീസ് അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ വെച്ച് വന്നിട്ടുണ്ട്, പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ്. എന്നാൽ ചില വെറൈറ്റീസ് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ്, അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സുകളാണ്. നിങ്ങൾ പ്ലാന്റ്സ് നടുന്ന സമയത്ത് ഈ ജിഫി ഒന്ന് ഒഴിവാക്കിയിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് വരുന്നത് ഐവി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഐവിയുടെ വാക്സ് ഐവി ഉണ്ട്, ഹെഡ്ര ഐവി ഉണ്ട്, വെരിഗേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർ ഐവി എന്ന് പറയുന്നത് ഗ്രീന്, ഈ ഒരു ടൈപ്പിൽ വരുന്നതുണ്ട്. പിന്നെ വാക്സ് ഐവിയുടെ തന്നെ 2 വെറൈറ്റീസാണുള്ളത്. വാക്സ് ഐവിയുടെ ഇതുപോലെ യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതും, അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ്, ഗ്രീൻ മാത്രമായിട്ടുള്ള വാക്സ് ഐവിയും, ഇങ്ങനെ 5 ടൈപ്പ് വാക്സ് ഐവിയാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 5 പ്ലാന്റ്സിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 350 രൂപയാണ്. ഇതിൽ വാക്സ് ഐവിയിലാണെങ്കിൽ കുറച്ചൊന്ന് മെച്ചുറായി കഴിയുമ്പോൾ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും, ഒരു യെല്ലോ ഷെയ്ഡിലുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇനി ഇതുപോലത്തെ ഈ ഒരു ടൈപ്പ് വാക്സ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് വാൾ ക്രീപ്പറായിട്ടും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നാടൻ ഇക്സോറ പ്ലാന്റ്സ് ആണ്. 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 4 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 250 രൂപയാണ് കേട്ടോ. ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല, ഇതിൽ റെഡിലധികം പൂക്കളുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കലാത്തിയ മരാന്ത പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇനി കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ അയച്ച ചില പ്ലാന്റ്സൊക്കെ ഡബിൾ ഷൂട്ടും ട്രിപ്പിൾ ഷൂട്ടും ഒക്കെ ഉള്ളതായിരുന്നു. ഇതിൽ ചില വെറൈറ്റീസ് നല്ല ബുഷി പ്ലാന്റ്സ് തന്നെ അവൈലബിൾ ആണ്. ഈ ഒരു വെറൈറ്റിയൊക്കെ
നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഈ 5 പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് 399 രൂപയാണ്. കലാത്തിയ പ്ലാന്റ്സിൻ്റെ കെയറിങ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സാണ് ആവശ്യം. അതുകൊണ്ട് ചകിരിച്ചോറ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് ബിഗോണിയ പ്ലാന്റ്സ് ആണ്. ബിഗോണിയയുടെ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. 5 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 399 രൂപയാണ്. തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ, അത്യാവശ്യം ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫൈക്കസ് പ്ലാന്റ്സ് ആണ്. ഇതിനെ റബ്ബർ പ്ലാന്റ് എന്നും വിളിക്കുന്നു. ഈ 3 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 350 രൂപയാണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താം. നെക്സ്റ്റ് വൺ വരുന്നത് ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. 3 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 499 രൂപ. അടുത്തതായിട്ട് ബ്രൺഫെൽസിയ പ്ലാന്റ്, യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്നത്. ഇത് വെരിഗേറ്റഡ് ഉണ്ട്, നാടൻ വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി. ഈ 3 പ്ലാന്റിനും കൂടെ 250 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ്. 2 ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള പെട്രിയയും ഒരു കോഞ്ചിയയും ആണ് കേട്ടോ. ഈ 3 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസും വരുന്നത് ആകെ 250 രൂപ മാത്രമാണ്. ഇതിനൊന്നും നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് നൽകേണ്ടതില്ല. കേരളത്തിൽ എവിടെയായാലും ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നത്. പുറത്തേക്കാണെങ്കിൽ മാത്രം ചെറിയൊരു കൊറിയർ ചാർജ് വരും. അടുത്തായിട്ട് 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള സ്നോറോസ് പ്ലാന്റ് ആണ് കേട്ടോ. സ്നോറോസിൻ്റെ പിങ്ക്, അതുപോലെ വെരിഗേറ്റഡിൽ സിംഗിൾ പെറ്റൽ വരുന്നത്, പിന്നെ ഡബിൾ പെറ്റൽ. അടുത്തായിട്ട് ഹോയ പ്ലാന്റ് ആണ്. ഹോയയുടെ 5 വെറൈറ്റീസ് ആണ്. 5 വെറൈറ്റിക്കും കൂടെ വരുന്നത് 310 രൂപയാണ് കേട്ടോ. 5 പ്ലാന്റ്സും ഇതുപോലെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ലിപ്സ്റ്റിക്കിൻ്റെ 10 വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 10 ഡിഫറെൻറ്റ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 450 രൂപയാണ്. എല്ലാം തന്നെ ജിഫിയിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഒരുപാട് വലിയ പ്ലാന്റ് അല്ല, ചില വെറൈറ്റീസൊക്കെ കുറച്ച് ചെറുതായിരിക്കും, എന്നാലും നല്ല വെൽ റൂട്ടഡ് പ്ലാന്റുകൾ തന്നെയാണ്. 10 പ്ലാന്റിനും കൂടെ 450 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. ഇതുപോലെയായിരിക്കും പ്ലാന്റ്സുകൾ ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ടെക്കോമ പ്ലാന്റ്സ് ആണ്. ടെക്കോമയുടെ 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. അധികം ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഏത് പ്ലാന്റാണോ വേണ്ടത് അവയുടെ സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ ആ ഒരു കോംബോയുടെ പേര് എഴുതി അയക്കുകയോ ചെയ്യേണ്ടതാണ്. DTDC കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.